അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു എഗ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാത്രം നന്നായി ചൂടാക്കിയിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലോട്ട് കടുക് ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. പിന്നെ ഞാൻ വേറൊരു അടുപ്പിൽ 4 മുട്ട വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. 4 6 മുട്ട എടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂണ് പെരുംജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച 4 സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത്, പിന്നെ ഒരു 4 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, ഇത്രയും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. സവാള കുറച്ച് ലൈറ്റ് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം, പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചില്ലി പൗഡർ, ഞാൻ 2 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി കൊടുക്കാം എരിവിനനുസരിച്ച്. അതുപോലെ തന്നെ 2 ടീസ്പൂണ് മല്ലിപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ ചേർത്തിട്ട് ചെറിയ തീയിലൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇത് വഴന്ന് വന്നിട്ടുണ്ട്. ആ ഒരു പൊടികളുടെ പച്ചമണമൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട ഇടയ്ക്കൊന്ന് നോക്കാം. ഇനി ഇതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച 2 ടൊമാറ്റോയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു ടൊമാറ്റോ വെന്ത് ഉടയുന്ന പരുവമാകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിപ്പോൾ ഓൾമോസ്റ്റ് വഴന്ന് വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് മുട്ട ചേർത്തിട്ട് ആ ഒരു മുട്ടയിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ട വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം. അപ്പോൾ ഇത് നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ആ ഒരു ടൊമാറ്റോ ഒക്കെ നല്ലോണം ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾ വേവിച്ച മുട്ട ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഒരു ചെറിയ തീയിലിട്ടിട്ട് മുട്ട ഉടഞ്ഞു പോകാത്ത രീതിയിലൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. മുട്ടയിലോട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ മുട്ടയിലോട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. മസാലയൊക്കെ പെട്ടെന്ന് പിടിക്കും. കുറേ നേരം വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ സെർവ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാം കേട്ടോ. എനിക്ക് കുറച്ചും കൂടി ഗ്രേവി ഉള്ളതാണ് ഇഷ്ടം. അപ്പോൾ ഞാനൊരിച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം.
അപ്പോൾ ഇത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇത്രയും മതി. നല്ല തിക്ക് ഗ്രേവിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള എഗ് റോസ്റ്റാണ്. ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.